മാഷിന്റെ പ്രസംഗത്തെ പറ്റിയായിരുന്നു അന്നത്തെ ചർച്ച മുഴുവൻ കോളേജിൽ. എന്നാൽ അന്നത്തെ ദിവസം പിന്നീട് ഒരു തവണ പോലും മാഷിനോട് മിണ്ടുകയേ ചെയ്തില്ല. ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടും എനിക്ക് യാതൊരു സമാധാനം കിട്ടിയിരുന്നില്ല മാഷിന്റെ എന്നുള്ള ഇന്നത്തെ സമീപനം. അപ്പോഴാണ് വർഷയുടെ കോൾ വന്നത്. ഹലോ നന്ദു. ആ പറ വർഷേ, എന്തു പറ്റിയിട്ട് നിനക്ക്? സാർ രാവിലെ നിന്നെ പറ്റി പറഞ്ഞ ഓർത്ത് ഇരിക്കുവാണോ നീയേ? വർഷേ, എനിക്ക് നല്ല സങ്കടമുണ്ട് കേട്ടോ മാഷിന്റെ ഇന്നത്തെ എന്നോടുള്ള പെരുമാറ്റം. ക്ലാസ്സിൽ വന്നിട്ട് പോലും ഒന്ന് ചിരിച്ചത് പോലുമില്ലായിരുന്നു. എന്തോ ഗൗരവം പോലെ തോന്നി എനിക്ക്. ഏയ്, അത് നിന്നെ വെറും തോന്നൽ മാത്രമാണ്. സാറ് എന്നത്തെയും പോലെ തന്നെയായിരുന്നു ഇന്നും നന്ദു. എനിക്കൊന്നും അറിയില്ല വർഷേ, ഏത് സമയത്താണാവോ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത്. തെറ്റ് ചെയ്തു ഞാൻ, അതിന് ക്ഷമയും പറഞ്ഞു. എന്നോട് മിണ്ടിയില്ലെങ്കിലും സാരമില്ല, മാഷ് ഈ ഗൗരവഭാവം ഇല്ലാണ്ടിരുന്നാ മതി. അങ്ങനെയൊന്നും ഇല്ലടി, നാളെ നീ നോക്കിക്കോ, നിന്റെ മാഷ് നിന്നോട് മിണ്ടും, അതും ആ ചിരിയോടെ തന്നെ. എന്തായാലും നാളെ കാണാം എന്ത് സംഭവിക്കുക എന്ന്. നന്ദു, ഞാനിപ്പോൾ വിളിച്ചത് ഇതൊന്നും പറയാനല്ല. നീ പറഞ്ഞില്ലേ റോഷിനിയെ പറ്റി? നമ്മുടെ പാവം കോളേജ് സുന്ദരിയുടെ അടുത്ത് ഞാൻ അതിനെപ്പറ്റി ചുമ്മാ ഒന്ന് സൂചിപ്പിച്ചു. പിന്നെ പറയണ്ടല്ലോ പുകില്, അവൾ ആ റോഷിനിയുടെ ഭൂതവും ഭാവിയും എല്ലാം തപ്പിയെടുത്തു. സത്യം പറഞ്ഞ അത് കേട്ടപ്പോൾ ഇതുവരെ ഉള്ളതൊക്കെ വിട്ട് അതിനെപ്പറ്റി അറിയാനായി എൻ്റെ ആകാംക്ഷ. പറയടി, എന്താകില്ല നിന്നോട് പറഞ്ഞത്? ആരാ റോഷിനി? മാഷുമായിട്ട് എന്താ അവക്ക്? എൻ്റെ നന്ദു, നീ ഒന്ന് സമാധാനപ്പെട്, ഞാൻ പറയാം ഒന്നൊന്നായി. നീ ഇങ്ങനെ ഒറ്റ ശ്വാസത്തിൽ ഇത്രയും ചോദിച്ചാ ഞാൻ പെട്ടുപോട്ടോ. സോറിടി, പെട്ടെന്നറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിച്ചു പോയതാ. നീ പറയെന്തായാലും. അത് മാഷിന്റെ കൂടെ പഠിച്ചതാ. അതുപോലെ തന്നെ അവരുടെ ഫാമിലി തമ്മിൽ നല്ല റിലേഷനാണ്. അവരുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളിലും ഒരു സപ്പോർട്ടായിട്ട് സാറുണ്ടെന്നാ അഖില പറഞ്ഞത്. ഇപ്പൊ UK-യിലാണ് ജോലി. അതൊന്നല്ല രസം, ആളിപ്പോഴും മാരീഡല്ല. അത് കേട്ടതും മനസ്സിലുണ്ടായിരുന്ന ടെൻഷൻ ഒന്നുകൂടെ കൂടി. മാഷ അവളുടെ ലൈഫിൽ അത്ര സപ്പോർട്ടീവ് ആണെങ്കിലും ഇനി അവർക്കിടയിൽ എന്തെങ്കിലും ഇഷ്ടം ഉണ്ടാവോ? അതിനെപ്പറ്റി ചിന്തിക്കും തോറും എൻ്റെ മനസ്സിൽ ബാക്കിയുണ്ടായിരുന്ന സമാധാനം കൂടി നഷ്ടമായി. പിന്നെ ഒന്നും സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് വർഷയോട് കിടക്കുമെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. പിന്നെയും അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വാട്സപ്പിൽ ആരുടെ മെസ്സേജ്. എടുത്തു നോക്കിയപ്പോൾ അത് മാഷിന്റെ മെസ്സേജായിരുന്നു. ആകാംക്ഷയോടെ ഞാനത് ഓപ്പണാക്കി. നന്ദു വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല രാവിലെ ഞാൻ. അങ്ങനൊരു കാര്യം തന്നിൽ നിന്നുണ്ടായപ്പോൾ കുറച്ച് ദേഷ്യം വന്നു എന്ന സത്യം തന്നെയാണ്. അതിന് നന്ദു എന്നല്ല, ആരായാലും ഞാൻ അങ്ങനെ മാത്രമേ സംസാരിക്കൂ. ആ ഒരു അവകാശം എൻ്റെ വിദ്യാർത്ഥികളോട് എനിക്കുണ്ടെന്ന് വിശ്വാസം കൊണ്ട് പറഞ്ഞതാണ്. തനിക്ക് ഈ മനോഭാവം ഒട്ടും ചേരില്ല കേട്ടോ. അതുകൊണ്ട് രാത്രിയിൽ തന്നെ നാളത്തേക്ക് കുറച്ച് കോമഡിയൊക്കെ റെഡിയാക്കി വെച്ചോ. നാളെ ഒരു അവസരം തരാം തൻ്റെ കോമഡി ഞങ്ങൾക്കും കൂടി ഒന്ന് അറിയാൻ. ഗുഡ് നൈറ്റ്. എൻ്റെ കയ്യിൽ എന്തെങ്കിലും തെറ്റു വന്നാൽ മാഷിന് എന്നെ ശാസിക്കാം. അതുപോലെ തന്നെ അതെനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണം. അതിലൊരിക്കലും എനിക്ക് യാതൊരു സങ്കടവും ഇല്ല. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ് മാഷേ. ഞാനും മാഷിന് റിപ്ലൈ കൊടുത്തു. ശരിക്കും മനസ്സിനിപ്പോൾ ഒരു സന്തോഷം വന്ന പോലെ. മാഷിനോട് ദേഷ്യമില്ലല്ലോ, അത്രേ അറിഞ്ഞാൽ മതി. രാവിലെ കോളേജിൽ പോകാൻ റെഡിയായി താഴെ വന്നപ്പോഴാണ് അമ്മ പറഞ്ഞത് അമ്മയും കൂടി കോളേജിൽ വരുന്നുണ്ടെന്ന്. പ്രിൻസിപ്പാളിനെ കണ്ട് അമ്മയുടെ കൂടെ ജോലി ചെയ്യുന്ന ശ്രീദേവി ആൻറ്റിയുടെ മകളുടെ അഡ്മിഷൻ കാര്യം സംസാരിക്കാനാണ്. അങ്ങനെ ഞാനും അമ്മയും വർഷയും കൂടി കോളേജിലെത്തി. അപ്പോൾ ശ്രീദേവി ആൻറ്റിയും മകളും അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനും വർഷയും ക്ലാസ്സിലേക്ക് പോയി, അവർ പ്രിൻസിപ്പാളിനെ കാണാനും. അങ്ങനെ ക്ലാസ്സിലിരിക്കുമ്പോൾ മാഷ് വന്നു. ഇന്നെന്തായാലും വർഷ പറഞ്ഞതുപോലെ ആ മുഖത്ത് ഗൗരവഭാവവും ഇല്ല. എന്തായാലും അന്നത്തെ ക്ലാസ് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് നമ്മുടെ വേദാളത്തിന്റെ വക കമന്റ് വന്നു. ഡി, ഞാൻ ഇന്നലെ പറഞ്ഞത് സത്യായില്ലേ? ഇന്ന് നിന്റെ മാഷ് ചിരിച്ചത് കണ്ടു നീയ്? ഇതാണ് പറയുന്നേ, ഈ വർഷ ഒരു മഹാസംഭവമാണെന്ന്. അതിന് നീ എന്ന പോത്തെ മനസ്സിലാക്കുന്നത്? ഊവേ, സമ്മതിച്ചു, നീ ഒരു മഹാസംഭവം അല്ല, ഒരു പ്രസ്ഥാനാണ്. അത്രയും പോരെ? മതിയടി മതി. അതുകൊണ്ടാണ് ഞാൻ എന്നെ തന്നെ ബുജ്ജി എന്ന് വിളിക്കുന്നത്. ആഹാ, അങ്ങനെയായിരുന്നോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. സാരമില്ല, ഇപ്പം അറിഞ്ഞല്ലോ. ഇനിയെങ്കിലും കുട്ടി ചേച്ചിക്ക് ഇച്ചിരി ബഹുമാനമൊക്കെ തരണം കേട്ടോ. ആയിക്കോട്ടെ, നന്നായി അങ്ങ് ബഹുമാനിച്ചേക്കാൻ ചേച്ചി. എന്താ അതിൽ ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു. രാവിലെ അവളുടെ വണ്ടി എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് പോയത്.
അതും എടുത്തിട്ട് അവൾ പോയി. ഞാൻ ചെന്നപ്പോൾ നമ്മുടെ അമ്മ നല്ല കലിപ്പ് മൂടായി എന്നെ കണ്ടപ്പോൾ. ഏറ്റവും വലിയ പോരാളിയുടെ മുഖത്തെന്താ ഇത്ര ദേഷ്യം? ഞാൻ അമ്മയോട് ചോദിച്ചു. ഡി പെണ്ണെ, ഇന്ന് നിന്റെ സാറിനെ കണ്ടായിരുന്നു. നിന്റെ പഠിപ്പിനെ പറ്റി പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ എന്താന്ന് അറിയണ്ട എൻ്റെ മോക്ക്. ദൈവമേ, പെട്ടു. മാഷിനെ കണ്ടെന്നാണ് പറഞ്ഞേ. എന്തൊക്കെ പറഞ്ഞു കൊടുത്ത് കാണുമോ എന്തോ. എന്തായാലും ഒരു സേഫ്റ്റിക്ക് കുറച്ച് മാറി നിൽക്കാം, അതാണ് എനിക്ക് നല്ലത്. എന്താ അമ്മേ മാഷ് പറഞ്ഞത്? ഞാൻ കണ്ടത് അനിൽ സാറിനെയാണ്. പുള്ളി പറഞ്ഞത് നിന്റെ പഠിത്തം അത്ര പോരാ എന്നാ. ഫൈനൽ ഇയർ ആണ്, എന്നാലും നിനക്കത്ര ശ്രദ്ധയില്ല പഠിത്തത്തില് എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട്, ഇനിയും ഞാൻ കൂടി ശ്രദ്ധിച്ചോളാന്ന്. അത്രയും പറഞ്ഞ് ഞാൻ റൂമിലേക്ക് പോയി. ഇനി അവിടെ നിന്ന പന്തി കിടന്നെന്ന് എനിക്ക് നന്നായി അറിയാം. അത്താഴം കഴിക്കാതിരുന്നപ്പോഴാണ് അമ്മയിൽ നിന്നും വലിയ പ്രതികരണം ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിച്ച് അമ്മയെ അടുക്കളയിൽ സഹായിച്ച ശേഷം റൂമിലേക്ക് വന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ വർഷയുടെ 8 മിസ് കോൾ വന്ന് കിടപ്പുണ്ട്. ഞാൻ എടുക്കാഞ്ഞത് കൊണ്ടാവണം ഒരു മെസ്സേജും ഉണ്ട്. ഡി, എന്നെ വളരെ അർജന്റായിട്ടൊന്ന് വിളിക്കണേ, ഈ മെസ്സേജ് കണ്ട ഉടനെ. പെട്ടെന്ന് തന്നെ അവളെ വിളിച്ചു. ഉടനെ തന്നെ അവൾ ഫോൺ എടുത്തു. ആ സംസാരത്തിൽ എനിക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന്. നന്ദു, നീ എവിടായിരുന്നു? എന്തെങ്കിലും അത്യാവശ്യം വന്ന് വിളിച്ച ഫോൺ എടുക്കുന്ന ശീലം നിനക്കില്ലല്ലോ. ഡി, ഞാൻ അമ്മയുടെ ഒപ്പം കിച്ചണിലായിരുന്നു, അതാ കാണാഞ്ഞേ. നിനക്ക് അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചുകൂടായിരുന്നോ? അതിലും ഞാൻ വിളിച്ചു, പക്ഷെ ആൻറ്റി എടുത്തില്ല. എനിക്കപ്പോൾ തോന്നി നിങ്ങൾ എന്തെങ്കിലും പണിത്തിരക്കിലായിരിക്കുമെന്ന്. ഡി, ഞാൻ വിളിച്ചത് ഒരു കാര്യം പറയാനാണ്. അത് കേട്ടിട്ട് നീ വെറുതെ സീനുണ്ടാക്കരുത് വീട്ടിൽ കിടന്നിട്ട്. നീ കാര്യം എന്തെന്ന് പറ വർഷേ, എന്താ പ്രശ്നം? എന്റെ നെഞ്ചിടിപ്പിന്റെ വേഗമേറുന്നത് ഞാൻ നന്നായി അറിയുന്നുണ്ടായിരുന്നു. ഡി, പ്രകാശ് സാറിന്റെ വണ്ടി ആക്സിഡന്റായി. കുറച്ചു മുമ്പാണ് അഖിൽ എന്നെ വിളിച്ച് പറഞ്ഞത്. എന്തായാലും അരുണും പിന്നെ കുറെ സീനിയേഴ്സും ഹോസ്പിറ്റലിലോട്ട് പോയിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് എന്താ സിറ്റുവേഷൻ എന്ന് വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. വർഷേ, എന്താടി മാഷിന്? എന്തെങ്കിലും പേടിക്കാനുണ്ടോ? ഏത് ഹോസ്പിറ്റലാണ് മാഷിനെ ആക്കിയേക്കുന്നേ? എന്റെ നന്ദു, നീ ചുമ്മാ വീട്ടിൽ കിടന്ന് ഓരോന്ന് ഒപ്പിക്കരുത്. എന്തായാലും അരുൺ അവിടെ ചെന്നിട്ട് വിളിക്കട്ടെ, എന്നിട്ട് ഞാൻ അറിയിക്കാം. ICUലാക്കിയെന്നാ പറഞ്ഞത്. എന്തായാലും നീ കുറച്ചു നേരം വെയിറ്റ് ചെയ്യ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആൻറ്റിയോട് പറഞ്ഞ് നമുക്ക് പോവാം. എൻ്റെ സമനില നഷ്ടമാവുന്നത് പോലെ തോന്നി എനിക്ക്. എൻ്റെ കൃഷ്ണ, എൻ്റെ മാഷിനൊന്നും വരുത്തരുത്. എൻ്റെ ജീവൻ നഷ്ടമാവുന്ന നിമിഷം വരെ കുഴപ്പമൊന്നുമില്ലാതെ മാഷിനെ കാക്കണേ. എനിക്കെൻ്റെ മാഷിൻ്റെതായി ആ കൈകൊണ്ടൊരു താലി എൻ്റെ കഴുത്തിൽ നീ തരണേ. ഒന്നും സംഭവിക്കരുതെൻ്റെ മാഷിന്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വർഷയുടെ കോള് വരുന്നത്. വർഷയുടെ കോള് കണ്ടതും എൻ്റെ ഹൃദയം നിലച്ചു പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. എന്തായിരിക്കും അവൾക്ക് പറയാനുണ്ടാവുക? എന്തായാലും ഒരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട്. നന്ദു, അരുണാണിപ്പോൾ വിളിച്ചേ. അവരെല്ലാം ഹോസ്പിറ്റലുണ്ട്. പിന്നെ മാഷിൻ്റെ കയ്യിന് ഒടിവുണ്ട്. അതുപോലെ ഇപ്പോൾ ഒബ്സർവേഷനിലാണ്. മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്നറിയാൻ. വർഷേ, സത്യം തന്നെയാണോ നീ പറയുന്നേ? കൈക്ക് ഒടിവല്ലാതെ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഞാൻ ടെൻഷനൊന്നും അടിക്കില്ല. നീ സത്യം പറ. നിന്റെ സംസാരത്തിൽ എന്തോ ഒളിക്കുന്നത് പോലെ. എൻ്റെ നന്ദു, ഞാൻ കാര്യം പറഞ്ഞത്. വേറെ കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീ അരുണിനെ വിളിച്ചോ. അവരെല്ലാം അവിടെ ഉണ്ട്. അഖിലയും പോവാന്നാ പറഞ്ഞത്. വർഷേ, എനിക്കെൻ്റെ മാഷിനെ ഒന്ന് കാണണം. എനിക്ക് പറ്റുന്നില്ല. ഇങ്ങനെ വട്ട് പിടിച്ച് പോവാ എനിക്ക്. പ്ലീസ്, എങ്ങനെയെങ്കിലും എനിക്കെൻ്റെ മാഷിൻ്റെ അടുത്തേക്കൊന്ന് പോകണം. കഷ്ടമുണ്ട് വർഷേ. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് കൊണ്ടുപോവോ നീയേ? നന്ദു, നീ എന്തൊക്കെയാ പറയുന്നേ? ആൻറ്റിയോട് എന്താ പറയുക? വെറുതെ സീനുണ്ടാക്കരുത്. എന്തായാലും നാളെ നമുക്ക് രാവിലെ പോവാം. നിനക്ക് മനസ്സിലാവില്ല എൻ്റെ അവസ്ഥ. എൻ്റെ മാഷ് ഏതവസ്ഥയിലാണെന്നറിയാതെ ഞാനെങ്ങനെ രാത്രി വെളുപ്പിക്കും എന്നെനിക്ക് മാത്രമേ അറിയുള്ളൂ. നന്ദു, എനിക്കറിയാം നിന്റെ മനസ്സ്, അതിലെത്രത്തോളം മാഷുണ്ടെന്നും. പക്ഷേ ഇപ്പം നമ്മൾ എന്ത് ചെയ്യും? അതല്ലേ ഞാൻ പറഞ്ഞത്. എന്തായാലും നീ ഒന്ന് രാത്രി വെയിറ്റ് ചെയ്യ്. നാളെ നമുക്ക് എന്തായാലും രാവിലെ പോവാം. ശരി വർഷേ, ഞാൻ ഫോൺ വയ്ക്കുക. സംസാരിക്കാൻ കഴിയുന്നില്ല. നീ രാവിലെ തന്നെ വരണം. ഞാൻ വെയിറ്റ് ചെയ്യും. അത്രയും പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. എൻ്റെ മാഷിന് ഒന്നും വരുത്തരുതെന്ന് പ്രാർത്ഥിച്ച് ഞാൻ നേരം വെളുപ്പിച്ചു. എന്നിട്ട് രാവിലെ തന്നെ റെഡിയായിട്ട് കിച്ചണിലേക്ക് ചെന്നു. ഇതെന്താ നന്ദു, നീ ഇത്ര രാവിലെ എവിടെ പോവാ? അമ്മേ, മാഷിന് ഇന്നലെ രാത്രിയിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ഇപ്പോൾ ഹോസ്പിറ്റലാണ്. സ്റ്റുഡൻസ് എല്ലാവരും ഉണ്ട് അവിടെ. അങ്ങോട്ട് പോവാ. വർഷം ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
അയ്യോ, എന്താ മോളെ സാറിന് പറ്റിയത്? എന്നിട്ടിപ്പോൾ എങ്ങനെയുണ്ട്? നീ എന്നോട് രാത്രി തന്നെ പറയാഞ്ഞേ? നമുക്ക് പോവായിരുന്നല്ലോ. അപ്പോഴാണ് ശരിക്കും ഞാൻ അതിനെപ്പറ്റി ഓർത്ത് ദുഃഖിച്ചത്. അമ്മയോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ രാത്രി തന്നെ മാഷിനെ കാണായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ വർഷയും വന്നു. അമ്മയോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. നന്ദു, ഇതെന്താ നിന്റെ കോലം? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ സാറിന് കുഴപ്പമൊന്നും ഇല്ലെന്ന്. ഈ കോലത്തിൽ നിന്നെ കണ്ടെത്തിന് മനസ്സിലാവും എല്ലാവർക്കും നീ ഇന്നലെ എന്തായിരുന്നു അവസ്ഥയെന്ന്. മറ്റുള്ളവർ എന്ത് വേണം ചിന്തിച്ചോട്ടെ, എൻ്റെ മാഷിൻ്റെ അവസ്ഥയിൽ ഞാൻ സന്തോഷമായിട്ടിരിക്കണ വർഷേ എന്നാണോ നീ പറയുന്നേ? നന്ദു, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. മറ്റുള്ളവർക്ക് മുമ്പിൽ നിന്റെ മനസ്സിലുള്ളത് വായിച്ചെടുക്കാൻ ഒരവസരം നീ ആയിട്ട് ഒരുക്കി കൊടുക്കരുത്. സാർ അഥവാ മറ്റൊരു വിവാഹം കഴിച്ചാലും നിന്റെ ലൈഫിനെ ഇത് ബാധിക്കും. അതാ ഞാൻ. വർഷേ, മാഷിനെ കല്യാണം കഴിച്ച് ഭാര്യയായി ജീവിക്കാൻ കഴിയുമെന്നോ? എന്തിന്? ആ മനസ്സിൽ എന്നോട് വിദ്യാർത്ഥി എന്നുള്ള ഇഷ്ടത്തിന് മേലെ മറ്റൊരു ഇഷ്ടം ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. എന്നാലും എൻ്റെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചതാണ്, എൻ്റെ ആത്മാവും ശരീരം ഒരാളിന് സ്വന്തമാണെങ്കിൽ അതിൻ്റെ മാഷിന് മാത്രമാണ്. ശരീരം കൊണ്ട് മാത്രമല്ല വർഷേ എനിക്ക് മാഷിൻ്റെ സ്വന്തമാവാൻ കഴിയാത്തത്. അങ്ങനെ മറ്റൊരാളെ മാഷ് സ്വീകരിച്ച ആ ലൈഫിൽ എൻ്റെ മനസ്സിൽ എൻ്റെ മാഷ് സ്വന്തമാണ്. ആ ഓർമ്മകൾ മാത്രം മതി എനിക്ക്. ഒരാപത്തും അനർത്ഥം വരാതെ എൻ്റെ മാഷ് എവിടെയായാലും സന്തോഷമായിട്ട് ഇരുന്നാൽ മതി. ഞാനും ഹാപ്പിയാണ്. അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞു പോയിരുന്നു. അത് കണ്ടിട്ടാവണം പിന്നെ വർഷ ഒന്നും പറഞ്ഞില്ല. ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.